മുന്നോട്ട് പോകാൻ വേണ്ടി സാധ്യമല്ല. നമ്മളിപ്പോൾ ഒരു വീടെടുക്കുന്നു, ആ വീട് നിർമ്മിക്കാൻ അറിയുന്ന പൂർണ്ണമായി അറിയുന്ന ഒരാളല്ല എങ്കിൽ പാതി വഴിയിൽ അത് നിന്ന് പോകും. ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവരെ അതിന്റെ പിന്നാലെ പോയാൽ അയാളെ സ്വീകരിച്ചാൽ മാത്രമേ, അദ്ദേഹത്തിനെ നമ്മളെ കൂടെ നിർത്തിയാൽ, ആ അറിവിനെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അറിവ് കിട്ടുകയുള്ളൂ, പൂർണ്ണമാക്കാൻ പറ്റൂ. പാതി അറിയുന്ന ആളാണെങ്കിൽ പാതി വഴിയിൽ നിലച്ചു പോകും. അപ്പോൾ അറിവിന്റെ രൂപം എന്നുള്ള നിലയിൽ അറിവിനെ ആദ്യം പരിഗണിക്കുക. അറിവിനെ വന്നിക്കാതെ നമുക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ ഒരു കാര്യവും പൂർത്തിയാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പൂർത്തീകരണം നടക്കണമോ, ശുഭകരമായ പൂർത്തീകരണത്തിന് അറിവിനെ ആദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗണപതിയെ വന്ദിക്കുന്നു. ഇനി ഗണപതിയുടെ ഒരു വലിയ തല, ആനത്തല എന്ന് പറയുന്നതിന് അതിനും ഒരു തത്വമുണ്ട്. എല്ലാം തന്നെ നമ്മൾ പുരാണത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം ഈശ്വരാരാധനയുടെ ഭാഗമായി വിവരിക്കുമ്പോൾ അതിനെല്ലാം ഒരു ശാസ്ത്രമുണ്ടോ, യുക്തിയുണ്ടോ എന്നും കൂടി ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിച്ചു പോകാൻ ആരും തയ്യാറല്ല. ഏത് കാലഘട്ടത്തിലും ഏത് കാലത്തും ഏത് സാഹചര്യം വന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ശാസ്ത്ര തത്വം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഗണപതിയുടെ ആനത്തല എന്ന് പറയുന്നത് ബുദ്ധിയാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധി, അതിന്റെ ആന ചെവി എന്ന് പറയുന്നത് കേട്ടറിവ് ആണ് കൂടുതൽ. ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ടാവുക, ഭൂമി കറങ്ങുന്നുണ്ട്, പക്ഷെ കേട്ടറിവാണ്. അങ്ങനെ തൊട്ട് സർവ്വകാര്യങ്ങളും ഇങ്ങനെയുള്ളത് കേട്ടറിവാണ് കൂടുതൽ, കണ്ടറിവ് കുറവാണ്. അതുകൊണ്ട് കണ്ണ് ചെറുതും ചെവി വലുതുമാണ്. തത്വം, ശാസ്ത്രം, സയന്റിഫിക് തിയറി എന്നുള്ള നിലക്ക് മുന്നോട്ട് പോയാൽ നമ്മളെ വലിയ ആ കുടൽ, എന്തുകൊണ്ട് ഇങ്ങനെ വലിയ കുടൽ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ആശയങ്ങളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, ലോകത്തെ മുഴുവൻ ഈ കുടലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി കുടലിന്റെ മുകളിൽ ഒരാളെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇന്നിപ്പോ വിനായക ചതുർത്ഥി, നാളെയാണ് ചതുർത്ഥി. നാളെ ചതുർത്ഥിയിൽ ചന്ദ്രനെ കണ്ടാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രന് ചെറിയ ശാപം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഗണപതി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, മോദകം, നമ്മളെ ലഡു ഉൾപ്പെടെയുള്ള മധുരപലഹാരങ്ങളെല്ലാം കഴിച്ച് ഗണപതിയുടെ വാഹനത്തിന്റെ എലിയുടെ പുറത്തിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് അങ്ങനെ ഇങ്ങോട്ടൊരു പാമ്പ് വരുന്നത്. ആ പാമ്പിനെ കണ്ടപ്പോൾ എലി വന്ന് ഭയന്നു. എലി ഒന്ന് ഭയന്ന സമയത്ത് ആ വിറയലിൽ ഗണപതി നേരെ താഴെ വീണു. ഗണപതി താഴെ വീണ സമയത്ത് ഈ വീഴുന്നതിന് കുറച്ചു മുമ്പാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ കുടല് പൊട്ടി, ആ വീഴ്ചയിൽ കുടല് പൊട്ടി കഴിച്ചതെല്ലാം പുറത്തു പോയി. അത് വലിയ പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ കഴിച്ചിട്ട് ആ ഭക്ഷണത്തോട്, അന്നത്തെ ബഹുമാനിക്കണം. അന്നം എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പൊ അന്നത്തെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അന്നത്തെ ബഹുമാനിക്കുക എന്നുള്ള നിലക്ക് അന്നം ആ കഴിച്ചതെല്ലാം നേരെ കുടലിലേക്ക് വെച്ചു. അതിനുശേഷം ഈ പാമ്പിനെ എടുത്തിട്ട് കുടലിൽ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വീഴുന്ന സമയത്ത് ചന്ദ്രൻ മുകളിൽ നോക്കി ഗണപതിയെ നോക്കി ഒന്ന് ചിരിച്ചു, കളിയാക്കിയതാണ്. അപ്പൊ ആ കളിയാക്കിയ സമയത്ത് ഗണപതിയോട് പറഞ്ഞു, അങ്ങനെ ആരെയും കളിയാക്കാൻ വേണ്ടി പാടില്ല. ഇന്നേ ദിവസം നിങ്ങളെ ആര് നോക്കുന്നോ അയാൾക്കെല്ലാം അപമാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപവാദങ്ങൾക്കിരയാവും എന്ന് പറഞ്ഞു. അതായത് ഇതിനെന്ത്, ഈ പറഞ്ഞ പുരാണത്തിലൂടെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഏത് കാര്യങ്ങൾക്കും ഒരു ലോജിക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പാകെ ലോജിക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ഏതൊരാളെയും ബഹുമാനിക്കുവാനുള്ള, ആദരിക്കുവാനുള്ള, തന്നേക്കാൾ മുതിർന്ന ഒരാളെ ബഹുമാനിക്കുക, ഏത് സന്ദർഭത്തിലും ആരെയും കളിയാക്കാനോ അപമാനിക്കുവാനോ പാടില്ല എന്നും പറഞ്ഞത്. പക്ഷെ നമ്മളെ വയറിന്റെ മുകളിൽ ഈ പാമ്പിനെ കെട്ടിയിട്ടുണ്ട്. ആരാണ് ഈ പാമ്പ്? പാമ്പ് എന്ന് പറയുന്നത് കാലത്തിന്റെ പ്രതീകമാണ് എന്നാണ്. കഴുത്തിൽ ശിവൻ, മഹാദേവന്റെ കഴുത്തിലുണ്ട്. കാലത്തിന്റെ പ്രതീകമാണ് പാമ്പ്. കാലത്തിന്റെ പ്രതീകമായ പാമ്പും അതോടൊപ്പം തന്നെ സുഖവും ദുഃഖവും ചേർന്ന് നിൽക്കുന്നത് ഈ പാമ്പിലാണ്. ഈ കാലത്തിന്റെ പ്രതീകത്തെ തന്റെ ആശയമാവുന്ന മുഴുവൻ ലോകത്തിലെ ആശയത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ നമ്മുടെ വയറിനെ ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ വയറിന്റെ മുകളിൽ തളച്ചിട്ടിരിക്കുക, കെട്ടിയിട്ടിരിക്കുക, നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു. അറിവിന്റെ മുകളിൽ. ഇദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ ആളിരിക്കുന്നുണ്ട്. അയാൾ എലിയാണ്. എലിയിലാണ് സർവ്വ പരീക്ഷണങ്ങളും മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സർവ്വരാജ്യത്തെയും പരീക്ഷണങ്ങൾ മുഴുവൻ എലിയിലാണ്. പക്ഷെ ആരാണ് ഈ എലി എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു എലി വന്നു കഴിഞ്ഞു വെച്ചാൽ ഏതിലൂടെയാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. എലിയുടെ പോക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ഗണേശൻ മൂർത്തി ഭഗവാന്റെ മുന്നിലാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോൾ ബോറടിച്ച പ്രസംഗം കേട്ടിട്ട് ഇവിടെ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മളെ മനസ്സ് പറയുകയാണെങ്കിൽ അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലുള്ള വാതിലടച്ചിട്ടുണ്ടോ, ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ, എന്താ സംഭവം എന്നറിയില്ല, ഇങ്ങനെ മൊബൈൽ എടുക്കാൻ വിട്ടു, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല. മനസ്സ്, എലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളത്, സാമ്യപ്പെടുത്തുന്നു.
അപ്പോൾ കാൽച്ചുവട്ടിൽ അറിവാകുന്ന ഈശ്വരന്റെ കാൽച്ചുവട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ മനസ്സിനെ ആത്മനിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അതിനെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന അറിവ് കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചോദ്യം ഒന്ന്, എന്താണ് ആധ്യാത്മികത? ആധ്യാത്മികത എന്താണ്? ആത്മീയത? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരുമിച്ച് ഇരുന്ന് ആലോചിക്കുന്നു, ചില കാര്യങ്ങൾ പൊടിതട്ടിയെടുക്കുന്നു, ഒരു ഓർമ്മയിൽ പുതുക്കുന്നു. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെന്നാണ് ഈ ആത്മീയത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആത്മീയത എന്നെല്ലാം പറഞ്ഞാൽ ഗഹനാന്തര ഭൂഗോളാന്തരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്ന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ആർക്കൊന്നും തിരിയാതെ ഇതിൽ പറയുന്നതിന് പകരം ഒറ്റ വാക്കിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പറയാൻ പറ്റുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർമ്മിച്ചെടുത്താൽ മതി, ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, മനസ്സിനെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ആത്മീയത. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഉപകരണമാണ്. മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നു. പല ആളുകളും ക്ഷേത്രത്തിൽ പോയവരാണ്, എല്ലാവരും ക്ഷേത്രത്തിൽ പലതവണ പോകുന്നു. പക്ഷെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ട്, ശ്രദ്ധിക്കാതെ പോയവരുണ്ടാവും. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു വലിയ വിളക്ക് ഒരു ജീവിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഏത് ജീവിയുടെ പുറത്തായിരിക്കും? ആമയുടെ പുറത്താണ്. അപ്പോൾ അത് ഭൂരിഭാഗം ആളും അത് പറഞ്ഞതാണ്. അപ്പോൾ ആമയുടെ പുറത്ത് വെച്ചിരിക്കുന്ന വിളക്ക് എന്തായിരിക്കും? ആ ആമയുടെ പുറത്ത് അങ്ങനെ വെക്കാൻ, ഒരു വിളക്ക് അങ്ങനെ ആമയുടെ പുറത്ത് തന്നെ വെക്കാൻ കാരണം? അപ്പോൾ അന്വേഷിച്ചാൽ എല്ലാ കാര്യത്തിലും ഒരു തത്വം നമ്മളോട് ഉപദേശിക്കുവാനുണ്ട്. ത്രികാലജ്ഞാനികളായിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ ഇങ്ങനൊരു കാര്യം വെക്കുമ്പോൾ അതിന് മറ്റു തലത്തിലുള്ള എല്ലാ ചിന്താഗതികളും ഈശ്വരാരാധനയും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒരു യുക്തി, ഒരു സാമാന്യമായ നമ്മളോട് എന്തോ ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒളിഞ്ഞു കിടക്കുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ആമ ചെയ്യുന്നത് പോലെ ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട്, ഒരു പ്രവൃത്തി നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ആമക്കുള്ള ഒരു പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ ആമയുടെ തോട് വളരെ കട്ടിയുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പുറത്ത് അന്തരീക്ഷത്തിലുണ്ടായാൽ, അപകട സൂചന ഉണ്ടായാൽ എല്ലാ അവയവങ്ങളും വലിച്ച് നേരെ ആ തോടിനുള്ളിലേക്ക് കൊണ്ടുവന്ന ആ തോടിനുള്ളിൽ പിന്നെ ഭദ്രമാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആമ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ എല്ലാ അവയവങ്ങളും ആത്മനിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ്. പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എത്ര കാലമായി കണ്ടില്ല, കുറിൻ്റെ പൈസ അടച്ചിട്ടില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ചല്ല, ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ആത്മനിയന്ത്രണത്തിൽ വരിക, മുഴുവൻ ചിന്തകളെയും കേന്ദ്രീകരിക്കുക, ഭഗവാനിൽ കാണുക, ആ പ്രാണോർജം പൂർണ്ണമായും സ്വീകരിക്കുവാനുള്ള ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ കേന്ദ്രീകരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തത്വം. അതായത് നമ്മൾ ഏതൊരു ആചരണങ്ങളിലും ഏതൊരു സങ്കല്പങ്ങളിലും ഏതൊരു ഘടകങ്ങളിൽ ഏത് സംവിധാനമായി കഴിഞ്ഞാൽ അതിനെല്ലാം വ്യക്തമായ ഒരു സന്ദേശം സങ്കല്പമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കുന്നതിന് വേണ്ടി അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗണേശ തത്വം എന്ന് പറയുന്നത് ഇതാണ്. ഗണേശന്റെ കയ്യിൽ ഇങ്ങനെ ലഡു പിടിച്ച് വെക്കുന്നുണ്ട്, മോദകം. ഗണേശൻ എന്ന് പറയുന്നയാൾ, ഈ വിനായകൻ എന്ന് പറയുന്നത്, വിഘ്നേശ്വരൻ എന്ന് പറയുന്ന മഹാഗണപതി എന്ന് പറയുന്നത് അറിവിൻ്റെ ആൾരൂപമായതുകൊണ്ട് മറ്റേതു ദേവഗണങ്ങളെ ആരാധിക്കുന്നതിനും മുമ്പേ ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്? അത് ഇദ്ദേഹത്തെയാണ് എന്ന് പറയുന്നത് അറിവായതുകൊണ്ട് തന്നെ നേരിട്ട് അറിവ് സ്വായത്തമാക്കാൻ ശ്രമിച്ചാൽ, ഏതറിവാണോ നമുക്ക് ലഭിക്കേണ്ടത് ആ അറിവ് ലഭിച്ചാൽ ഗണേശന്റെ കയ്യിലുള്ള മോദകത്തെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്.